നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2022 ഡിസംബർ മാസത്തിലായിരുന്നു ബാഴ്സലോണയിലെ ഒരു നെറ്റ് ക്ലബിൽ വെച്ചുകൊണ്ട് ഡാനി ആൽവസ് ഒരു 23-കാരിയായ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചത്. ഇക്കാര്യത്തിൽ ഡാനി ആൽവസ് കുറ്റക്കാരനാണ് എന്ന് സ്പാനിഷ് കോടതി കണ്ടെത്തിയിരുന്നു. അങ്ങനെ 4.5 വർഷത്തെ തടവ് ശിക്ഷ അദ്ദേഹത്തിന് വിധിച്ചിരുന്നു. ഇനിയിപ്പോൾ അടുത്ത 3.5 വർഷക്കാലം ഡാനി ആൽവസ് ജയിലിലാണ് തുടരുക. എന്തെന്നാൽ 1 വർഷം നേരത്തെ തന്നെ അദ്ദേഹം ഇതിന്റെ തടവ് ശിക്ഷയായിക്കൊണ്ട് അനുഭവിച്ചിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തിന് നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണയ്ക്ക് വേണ്ടി ദീർഘകാലം കളിച്ചിട്ടുള്ള ഒരു ഇതിഹാസം തന്നെയാണ് ഡാനി ആൽവസ്. നിരവധി കിരീടങ്ങൾ അദ്ദേഹം ബാഴ്സലോണയ്ക്ക് വേണ്ടി നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ FC ബാഴ്സലോണയുടെ ഒരു ലെജൻഡറി ലിസ്റ്റിൽ അഥവാ ഇതിഹാസ പട്ടികയിൽ ഡാനി ആൽവസിന് ഇടമുണ്ടായിരുന്നു. ആകെ 108 താരങ്ങൾ ഉള്ള ഈ ഒരു ലെജൻഡറി ലിസ്റ്റിൽ ജോയൻ ഗാംബർ മുതൽ ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള ഒരുപാട് ഇതിഹാസങ്ങളുണ്ട്. എന്നാൽ ഇതിൽ ശിക്ഷ വിധിക്കപ്പെട്ടതോടുകൂടി FC ബാഴ്സലോണ ഡാനി ആൽവസിനെ ഈ ഒരു ലെജൻഡറി താരങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഡയാരിയോ എസ് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. ബാഴ്സലോണ തങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഡാനി ആൽവസിനെ നീക്കം ചെയ്തിരുന്നു. പക്ഷേ ബാഴ്സലോണ ഇക്കാര്യത്തിൽ മലക്കം മറിഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക. അതായത് അവർ വീണ്ടും ഡാനി ആൽവസിനെ ഈ ഒരു ലെജൻഡറി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഐതിഹാസിക താരങ്ങളുടെ ആ ഒരു പട്ടികയിൽ വീണ്ടും ഡാനി ആൽവസിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാർക്ക ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. നമുക്കറിയാം 2008 മുതൽ 2016 വരെ FC ബാഴ്സലോണയ്ക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. പിന്നീട് 2021-22 സീസണിൽ കുറച്ച് മത്സരങ്ങൾ ബാഴ്സയ്ക്ക് വേണ്ടി അദ്ദേഹം കളിക്കുകയും ചെയ്തു. ബാഴ്സയ്ക്ക് വേണ്ടി ആകെ 408 മത്സരങ്ങളാണ് ഇദ്ദേഹം കളിച്ചിട്ടുള്ളത്. 6 ലാലിഗ കിരീടങ്ങളും 3 UCL കിരീടങ്ങളും ഇദ്ദേഹം ബാഴ്സലോണക്കൊപ്പം സ്വന്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബാഴ്സലോണയുടെ ഒരു ലെജൻഡറി ലിസ്റ്റിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നത്. മാത്രമല്ല സെവിയ, PSG, അതുപോലെ തന്നെ യുവന്റസ് എന്നിവർക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മെക്സിക്കൻ ക്ലബായ പ്യൂമാസിന്റെ താരമായിരുന്നു അദ്ദേഹം. ബ്രസീലിന്റെ ദേശീയ ടീമിന് വേണ്ടി 126 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം കൂടിയാണ് ഡാനി ആൽവസ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.